ലോകപ്രശസ്ത ഫോട്ടോ ജേർണലിസ്റ്റും പുലിസ്റ്റർ സമ്മാന ജേതാവുമായ ഡാനിഷ് സിദ്ദിഖിയെ താലിബാൻ അബദ്ധത്തിൽ വെടിവെച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് ആദ്യം വാർത്ത വന്നത്. റോയിട്ടറിന്റെ ചീഫ് ഫോട്ടോഗ്രാഫർ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടു എന്ന് മാത്രമേ അപ്പോൾ പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നുള്ളൂ. എന്നാൽ അമേരിക്കൻ പത്രമായ വാഷിംഗ്ടൺ എക്സാമിനറിൽ പ്രസിദ്ധീകരിച്ച അന്വേഷണാത്മകമായ റിപ്പോർട്ട് പ്രകാരം, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആ വകുപ്പിൽ വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഡാനിഷ് സിദ്ദിഖി അബദ്ധത്തിൽ കൊല്ലപ്പെട്ടതല്ല, മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണ് എന്ന സത്യം ലോകം അറിഞ്ഞത് പിന്നീടാണ്. മരണത്തിന് മുമ്പ് മണിക്കൂറുകളോളം താലിബാനോട് പോരാടിയിരുന്ന ഒരു പോലീസുകാരനെ രക്ഷിക്കാൻ അഫ്ഗാൻ പ്രത്യേക സേന നടത്തിയ ദൗത്യത്തെക്കുറിച്ച് സിദ്ദിഖി അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതാണ് താലിബാനികൾക്ക് ഡാനിഷ് സിദ്ദിഖിയോട് വിരോധം വരാനുള്ള കാരണം. ഡാനിഷ് സിദ്ദിഖിയും കൂട്ടരും സഞ്ചരിച്ചിരുന്ന വാഹനത്തെ താലിബാനികൾ ആക്രമിച്ചപ്പോൾ മുറിവേറ്റ സിദ്ദിഖിയെ നാട്ടുകാരടുത്തുള്ള മോസ്കിലേക്ക് കൊണ്ടുപോയി പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയിരുന്നു. വിദേശിയായ ഒരാൾ പള്ളിയിൽ അഭയം തേടിയിട്ടുണ്ടെന്ന വാർത്ത അവിടെ പരക്കുകയും താലിബാനികളുടെ അന്വേഷണത്തിൽ അത് ഡാനിഷ് സിദ്ദിഖിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ മോസ്ക് ആക്രമിച്ച് ഡാനിഷ് സിദ്ദിഖിയെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതായത് ജീവനോടെ, അബദ്ധത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെടുകയല്ല, ജീവനോടെ തന്നെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഈ ഡാനിഷ് സിദ്ദിഖിയെ ജീവനോടെ പിടികൂടിയ താലിബാനികൾ അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി കാർഡൊക്കെ പരിശോധിച്ച് അദ്ദേഹം ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മനഃപൂർവ്വം കൊല്ലുകയായിരുന്നു. വെറുതെ കൊല്ലുകയായിരുന്നില്ല, അതിക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷമാണ് വെടിവെച്ച് കൊന്നത്. മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് മൃഗീയമായ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം ജീവനോടെ ഇരുന്ന സമയത്ത് മാത്രമല്ല, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് നേരെയും താലിബാനികൾ പീഡനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ താലിബാൻ മ്യൂട്ടിലേറ്റ് ചെയ്തു, അംഗഭംഗം വരുത്തി, അംഗവിച്ഛേദം വരുത്തി അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ അവർ വികൃതമാക്കി കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിന് മുകളിലൂടെ താലിബാനികൾ ഒരു SUV ഓടിച്ചു കയറ്റി, തലയും നെഞ്ചും താലിബാൻ SUV കയറ്റി തകർത്ത് കളഞ്ഞു. മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ഡാനിഷ് സിദ്ദിഖിയുടെ തലയിലും നെഞ്ചിലും ടയറിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. അതായത് ദേഹത്തുകൂടെ ടയർ കയറ്റി വാഹനം കയറ്റിയിട്ട് ആ വാഹനത്തിൻ്റെ ടയറിൻ്റെ പാട്. ഇത് മരിച്ചതിന് ശേഷമാണ് മൃതദേഹത്തിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ശത്രുക്കളെന്ന് തോന്നുന്നവരെ അത്യന്തം പീഡിപ്പിച്ചു കൊല്ലുന്നതും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളെ അവഹേളിക്കുന്നതും ഹദീസുകളിലുള്ള കാര്യമാണ്. മുഹമ്മദ് തന്നെയാണ് ഇക്കാര്യത്തിലും താലിബാനികൾക്ക് മാതൃക. ഞാൻ ചില ഹദീസുകൾ വായിക്കാം. അനസ് നിവേദനം, ഉക്കിൽ ഗോത്രക്കാരായ 8 പേർ നബിയുടെ അടുക്കൽ വരികയും ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മദീനയിലെ താമസം കാരണം അവർക്ക് അസുഖം ബാധിച്ചപ്പോൾ അവർ നബിയോട് പരാതി പറഞ്ഞു. അപ്പോൾ നബി അവരോട് ഒട്ടകങ്ങളുടെ ഇടയന്മാരുടെ കൂടെ പോകാനും അവയുടെ പാലും രോഗം മാറാൻ മൂത്രവും കുടിക്കാൻ സാധിക്കുമോ എന്നും ആരാഞ്ഞു. അവർ അതിന് സമ്മതിക്കുകയും ഇടയന്മാരുടെ കൂടെ പുറപ്പെടുകയും ചെയ്തു. ഒട്ടകങ്ങളുടെ പാലും മൂത്രവും കുടിച്ച് അവർ അവരുടെ ആരോഗ്യം വീണ്ടെടുത്തു. പിന്നീട് അവർ ഇടയന്മാരെ വധിക്കുകയും ഒട്ടകങ്ങളെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ആ വിവരം നബിക്ക് ലഭിച്ചപ്പോൾ അവരുടെ പിന്നാലെ ആളുകളെ അയച്ച് അവരെ പിടികൂടി. നബിയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവരുടെ കൈകാലുകൾ ഛേദിക്കാനും കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കാനും മരിക്കുന്നതുവരെ വെയിലത്തിടാനും നബി കൽപ്പിച്ചു. അവർ കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 28 ഹദീസ് നമ്പർ 11. ഇനി അടുത്ത ഹദീസ്. അനസ് പറയുന്നു, ഉക്കൻ അല്ലെങ്കിൽ ഉറൈന ഗോത്രക്കാരായ ചില ആളുകൾ മദീനയിലേക്ക് വന്നു. അവിടുത്തെ കാലാവസ്ഥ അവർക്ക് പിടിച്ചില്ല. അവർ രോഗബാധിതരായി. അന്നേരം പാലുള്ള ഒട്ടകങ്ങളുടെ അടുത്ത് പോകുവാനും അവയുടെ പാലും മൂത്രവും കഴിക്കാനും തിരുമേനി ഉപദേശിച്ചു. അവർ പോയി. അവരുടെ ആരോഗ്യം വീണ്ടു കിട്ടിയപ്പോൾ തിരുമേനിയുടെ ഒട്ടകങ്ങളെ മേയ്ക്കുന്നവനെ അവർ കൊന്നുകളഞ്ഞു. മാത്രമല്ല ഒട്ടകങ്ങളെയും കൊണ്ടുപോയി. പുലർച്ചയ്ക്ക് തന്നെ തിരുമേനിക്ക് വിവരം കിട്ടി. തിരുമേനി അവരെ പിടിക്കാൻ ആളെ അയച്ചു. സൂര്യൻ കുറെ പൊങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് അവരെ കൊണ്ടുവന്നു. ഉടനെ അവരുടെ കയ്യും കാലും മുറിക്കാനും അവരുടെ കണ്ണ് പൊട്ടിക്കാനും അവരെ ചുട്ടുപഴുത്ത കല്ലിൽ കിടത്താനും കൽപ്പിച്ചു. അവർ വെള്ളത്തിന് അപേക്ഷിച്ചുകൊണ്ടിരുന്നു, പക്ഷെ അവർക്ക് വെള്ളം നൽകിയില്ല. സ്വഹീഹ് ബുഖാരി അധ്യായം 4 ഹദീസ് നമ്പർ 167. കൈകാലുകൾ വെട്ടിക്കളഞ്ഞ് കണ്ണുകളും കുത്തിപ്പൊട്ടിച്ച് നട്ടുച്ചയ്ക്ക് ചുട്ടുപഴുത്ത കല്ലിൽ കിടത്തി ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചു കൊന്ന ഈ ക്രൂരൻ മുഹമ്മദിനെയാണ് കാരുണ്യത്തിന്റെ തിരുദൂതർ എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത്. ഇനി മൃതദേഹങ്ങളെ അപമാനിക്കാൻ മുഹമ്മദ് അനുയായികളെ പഠിപ്പിച്ച ഹദീസുകൾ നോക്കാം. അബൂ തൽഹ പറയുന്നു, ബദർ യുദ്ധ ദിവസം 24 ഖുറൈശി നേതാക്കളുടെ ശവങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിലിടുവാൻ തിരുമേനി കൽപ്പിച്ചു. ഒരു ജനതയെ യുദ്ധത്തിൽ കീഴടക്കി കഴിഞ്ഞാൽ
യുദ്ധക്കളത്തിൽ 3 ദിവസം താമസിക്കുക തിരുമേനിയുടെ പതിവായിരുന്നു. അതനുസരിച്ച് ബദറിൽ താമസിച്ച 3-ാം ദിവസം യാത്രയ്ക്ക് വേണ്ടി ഒട്ടകപ്പുറത്ത് ഒട്ടകക്കട്ടിൽ വച്ചു കെട്ടാൻ തിരുമേനി ഉപദേശിച്ചു. അത് കെട്ടി. അനന്തരം തിരുമേനി നടക്കാൻ തുടങ്ങി. അനുചരന്മാർ അനുഗമിച്ചു. തിരുമേനി വാഹനത്തിലേറാതെ നടക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് മലമൂത്ര വിസർജനം ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുമെന്ന് അനുചരന്മാർക്ക് തോന്നി. ഖുറൈശി നേതാക്കളെ അടക്കം ചെയ്തിരുന്ന കിണറ്റിൻ കരയിലെത്തിയപ്പോൾ ആ നേതാക്കളെയും അവരുടെ പിതാക്കളെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഇന്നവൻ്റെ മകൻ ഇന്നവനെ, ഇന്നവൻ്റെ മകൻ ഇന്നവനെ, അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചെങ്കിൽ നന്നായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ നാഥൻ വാഗ്ദാനം ചെയ്തത് സത്യമായി തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞു. അതേപ്രകാരം നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് നൽകിയ താക്കീതും സത്യമായി അനുഭവപ്പെട്ടു കഴിഞ്ഞു. ഉമർ ചോദിച്ചു, ദൈവദൂതരെ, നിർജീവ ശരീരങ്ങളോട് അവിടുന്ന് സംസാരിച്ചിട്ട് എന്ത് ഫലം? തിരുമേനി അരുളി, മുഹമ്മദിന്റെ ആത്മാവിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ കൊണ്ട് സത്യം, എൻ്റെ സംസാരം കേൾക്കാൻ അവർക്കുള്ള കഴിവ് നിങ്ങൾക്ക് പോലുമില്ല. സഹീഹ് ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1559. ഇനി അടുത്ത ഹദീസ്. അനസ് ഇബ്നു മാലിക് നിവേദനം, നബി ബദറിൽ കൊല്ലപ്പെട്ടവരെ 3 ദിവസം ഉപേക്ഷിച്ചു. പിന്നീട് അവരുടെ അടുക്കൽ ചെന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ അബൂജഹൽ ബിൻ ഹിഷാം, അല്ലയോ ഉമയ്യത്ത് ബിൻ ഖലഫ്, അല്ലയോ ഉദ്ബത്ത് ബിൻ റബിയ, അല്ലയോ ഷൈബത്ത് ബിൻ റബിയ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ സത്യമായി കണ്ടില്ലേ? എനിക്ക് എൻ്റെ രക്ഷിതാവ് വാഗ്ദാനം ചെയ്തത് ഞാൻ സത്യമായി കണ്ടു. അപ്പോൾ ഉമർ പ്രവാചകന്റെ വാക്ക് കേട്ടു. അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, എങ്ങനെയാണ് അവർ ഉത്തരം നൽകുക? അവർ ശവങ്ങളായി തീർന്നിട്ടുണ്ടല്ലോ. നബി പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾ ഞാൻ പറയുന്നത് അവരെക്കാൾ കേൾക്കുന്നവരല്ല, പക്ഷെ അവർക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. പിന്നീട് അവരെ വലിച്ച് ബദറിലെ പൊട്ടക്കിണറ്റിലിടാൻ കൽപ്പിച്ചു. സഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 51 ഹദീസ് നമ്പർ 77. മുഹമ്മദ് ഇവിടെ അനുയായികളെ പഠിപ്പിക്കുന്നത് കേട്ടോ. കൊല്ലപ്പെട്ട ആളുകൾക്ക് കേൾക്കാൻ സാധിക്കും, പക്ഷെ ഉത്തരം പറയാൻ പറ്റില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അതായത് മരിച്ചവർക്ക് ബോധമൊക്കെ ഉണ്ട്, പക്ഷെ പ്രതികരിക്കാൻ പറ്റില്ല എന്ന് മാത്രം. ബോധമുണ്ട്, നമ്മൾ തൊട്ടാൽ അവരറിയും, നമ്മൾ സംസാരിച്ചാൽ അവർ കേൾക്കും, ഒക്കെ ഉണ്ട്, പക്ഷെ തിരിച്ചൊന്നും മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ഈ പഠിപ്പിക്കൽ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ജിഹാദികൾ തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശവശരീരങ്ങളെപ്പോലും വെട്ടിമുറിച്ച് വികൃതമാക്കുന്നത്. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരാളെ കൊന്നു കഴിഞ്ഞതിന് ശേഷവും അവനെ വേദനിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ അവനെ നമ്മൾ സ്പർശിച്ചാൽ അറിയും, നമ്മൾ സംസാരിച്ചാൽ കേൾക്കും. അപ്പോൾ അവനെ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, അതായത് അവനല്ല, അവൻ്റെ ഡെഡ് ബോഡിയെ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, അത് വെട്ടിമുറിച്ച് വികൃതമാക്കി അങ്ങനെ പരമാവധി ജീവനോടെ ഇരുന്ന സമയത്ത് അവനെ ഉപദ്രവിച്ച് ഇഞ്ചിഞ്ചായിട്ടാണ് കൊന്നത്. ഇനി ചത്ത് കഴിഞ്ഞതിന് ശേഷവും ഇത് തന്നെ ചെയ്യുന്നത്. കാരണം മുഹമ്മദിൻ്റെ ഈ പഠിപ്പിക്കലാണ് നമ്മളിപ്പോൾ കണ്ട ഈ ഹദീസുകളാണ്. ഇസ്ലാം മത വിശ്വാസിയായിരുന്ന ഡാനിഷ് സിദ്ദിഖി അതേ ഇസ്ലാമിക പ്രമാണങ്ങളിൽ മുഹമ്മദ് പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത്യന്തം ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, മരിച്ചതിന് ശേഷം തൻ്റെ ശവശരീരത്തിന് പോലും മുഹമ്മദിൻ്റെ പഠിപ്പിക്കൽ പ്രകാരം അവഹേളനം അനുഭവിക്കേണ്ടി വന്നു.